കമ്മ്യൂണിസ്റ്റ് നേതാവ് വി.എസ്. അച്യുതാനന്ദന്റെ പ്രതികരണം തത്സമയം ഇപ്പോൾ വരികയാണ്. വി.എസിന്റെ പ്രതികരണത്തിലേക്ക്. മാധ്യമപ്രവർത്തകർ തയ്യാറാകുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. റെഡി. ക്യൂബൻ വിപ്ലവ നേതാവ് ഫിഡൽ കാസ്ട്രോയുടെ വേർപാടിലൂടെ വിപ്ലവ പോരാട്ടത്തിലെ ശുക്ലനക്ഷത്രമാണ് അസ്തമിച്ചത്. അരനൂറ്റാണ്ടിലേറെയായി ക്യൂബൻ ജനതയുടെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യമോചന പോരാളികൾക്ക് ഊർജവും പ്രകാശവും നൽകുന്നതായിരുന്നു കാസ്ട്രോയുടെ ജീവിതവും കർമ്മകാണ്ഡവും. ഇരട്ട സഹോദരങ്ങളെപ്പോലെ ചരിത്രത്തെ ഉണർത്തിയ കാസ്ട്രോയും ചെഗുവാരയും എന്നും പോരാളികൾക്ക് അണയാത്ത പ്രകാശഗോപുരങ്ങളാണ്. ചെഗുവാര അകാലത്തിൽ പൊരിഞ്ഞുപോയെങ്കിൽ കാസ്ട്രോ തൻ്റെ കർമ്മകാണ്ഡം വിജയകരമായി പൂർത്തിയാക്കിയാണ് വിടവാങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 5.5 പതിറ്റാണ്ടുകൊണ്ട് ആരോഗ്യ സാമൂഹ്യ രംഗങ്ങളിൽ വിസ്മയകരമായ പുരോഗതിയിലേക്ക് ക്യൂബയെ കൈപിടിച്ചുയർത്താൻ കാസ്ട്രോയ്ക്ക് കഴിഞ്ഞു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ എല്ലാ കൗശലങ്ങളെയും ഗൂഢതന്ത്രങ്ങളെയും ധീരമായി ചേർത്ത് പരാജയപ്പെടുത്തിയാണ് കാസ്ട്രോ ക്യൂബയെ വിപ്ലവ പോരാളികളുടെ അടയാളസ്ഥാനമാക്കി മാറ്റിയത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ സർവസംഹാരിയായ കരാളതകൾ ഒടുവിൽ കാസ്ട്രോയുടെ മുന്നിൽ മുട്ടുകുത്തേണ്ടതായി വന്നതും നാം കണ്ടു. സാമ്രാജ്യത്വം പല രൂപത്തിലും ഭാവത്തിലും തകർത്തടിക്കൊണ്ടിരുന്ന ഈ ഘട്ടത്തിൽ കാസ്ട്രോയുടെ വിയോഗം മനുഷ്യരാശിക്ക് ആകെ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വി.എസ്. അച്യുതാനന്ദൻ ഫിദൽ കാസ്ട്രോയെ അനുസ്മരിച്ച് സംസാരിച്ചിരിക്കുകയാണ്. വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമാണ് അസ്തമിച്ചിരിക്കുന്നത് എന്ന് വി.എസ്. പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഫിദൽ കാസ്ട്രോയെക്കുറിച്ചുള്ള അനുസ്മരണം തുടരുകയാണ്. അഡ്വക്കേറ്റ് വേണുഗോപാൽ, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, ലോകമെമ്പാടും എല്ലാ കാലത്തും വിപ്ലവകാരികൾ നേരിട്ടിരുന്ന അപവാദങ്ങൾക്കും ശകാരങ്ങൾക്കും മറുപടിയായി ജീവിച്ച ഒരു ജീവിതത്തിനാണ് ഇന്ന് തിരശ്ശീല വീണിരിക്കുന്നത്. വിപ്ലവകാരികളൊക്കെ തന്നെ അരാജകവാദികളാണ്, ദൈവവും ആരാധനാക്രമങ്ങളും നിഷേധിക്കുന്നവരാണ് എന്ന് തുടങ്ങി സുഖലോലുപരാണ് എന്നുവരെ നീളുന്ന ഒരു വലിയ ശകാര പദാവലി എപ്പോഴും യാഥാസ്ഥിതികർക്ക് ഉണ്ടായിരുന്നു. ഫിദൽ കാസ്ട്രോ ആകട്ടെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വശം അദ്ദേഹത്തിൻ്റെ ലാളിത്യമായിരുന്നു. വിപ്ലവകാരി എന്ന വാക്കിനോട് ചേർന്ന് താപസി എന്നുകൂടി ചേർത്താണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. രണ്ടും തമ്മിൽ ചേരില്ല എന്ന് ധരിച്ച ലോകത്തെ കൊണ്ട് താപസി ആയ വിപ്ലവകാരി എന്ന് കാസ്ട്രോ പറയിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ വശത്തെക്കുറിച്ച് താങ്കൾ എന്ത് പറയും? താപസിയായ വിപ്ലവകാരി എന്ന് കാസ്ട്രോ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ലളിതമായിരുന്നു. വളരെ വില കുറഞ്ഞ ഫർണിച്ചറുകൾ, അതുപോലെ തന്നെ കൊച്ചു വീട്, അതിൽ ഏറ്റവും ലളിതമായ ഭക്ഷണം, അങ്ങനെ തികച്ചും ലളിതമായ ജീവിതമായിരുന്നു കാസ്ട്രോയുടേത് എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ഇത്രയും കാലം ഭരിച്ചിട്ടും ഒരാളെ കൊണ്ട് പോലും സ്വന്തമായി എന്തെങ്കിലും സമ്പാദിച്ചു, വ്യക്തിപരമായ നേട്ടമുണ്ടാക്കി എന്ന് കാസ്ട്രോ ഇതുവരെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പോലും അങ്ങനെ പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്ന കാര്യവും ചരിത്രം പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ജീവിത രീതി അല്ലെങ്കിൽ ജീവിതക്രമം എന്ന് പറയുന്നത് വളരെയേറെ
ആകർഷകവും ഒപ്പം തന്നെ സ്വീകരിക്കാവുന്നതുമാണ് എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. അദ്ദേഹം ആകെ രാത്രി 4 മണിക്കൂർ മാത്രമാണ് ഉറങ്ങിയിരുന്നത്. ബാക്കി സമയം മുഴുവൻ സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി, സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ടുള്ള രേഖകളിലൊക്കെ തന്നെ കാണാവുന്നതാണ്. അതുപോലെ പുതിയ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യത്തിൽ ഒരിക്കലും ഒരു വരട്ടുതത്വവാദത്തിൻ്റെ സമീപനം എടുക്കാതെ നിരന്തരമായി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിനെയും കാഴ്ചപ്പാടിനെയും മാർക്സിസം ലെനിനിസത്തെയും പുതുക്കിക്കൊണ്ടിരിക്കണമെന്ന കാഴ്ചപ്പാടോടുകൂടി സ്വന്തം രാഷ്ട്രത്തിൽ സോഷ്യലിസം കെട്ടിപ്പടുക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങളെ ഉൾച്ചേർത്തുകൊണ്ട് നിരന്തരമായി മാർക്സിസം ലെനിനിസത്തിനെ പുതുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് അറിവുള്ള സംഗതിയാണ്. മതത്തെപ്പറ്റി എന്ന വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം കാസ്ട്രോയുടേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ സാമ്പ്രദായിക മാർക്സിസ്റ്റ് രീതികൾക്ക് നിന്ന് വിട്ട് സ്വന്തം അനുഭവം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ ക്യൂബയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം വിജയിപ്പിക്കുന്നതിൽ എടുത്ത പങ്കാളിത്തം, ആ പങ്കാളിത്തത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെതായുള്ള അനുഭവങ്ങൾ, ആ അനുഭവങ്ങളുടെ ഒക്കെ തന്നെ വെളിച്ചത്തിൽ പുതിയ കാലത്ത് മതത്തിനെ എങ്ങനെയാണ് കാണേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള മാർക്സിസ്റ്റ് കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള മഹാനായ നേതാവായിരുന്നു കാസ്ട്രോ എന്ന കാര്യത്തിലും ഒരു തർക്കമില്ല. അങ്ങനെ ഈ നിരന്തരമായി മാർക്സിസം ലെനിനിസത്തിനെയും സ്വന്തം ജീവിതത്തെയും പുതുക്കിക്കൊണ്ടിരിക്കുക എന്ന സമീപനം, ആ സമീപനത്തോട് പ്രവർത്തിക്കുകയായിരുന്നു കാസ്ട്രോ ചെയ്തിരുന്നത് എന്നത് ഇപ്പോൾ എടുത്തു പറയേണ്ട സംഗതിയാണ്. മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കളെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ചെരുപ്പുള്ള പാർട്ടി നേതാവിൻ്റെ ഭാര്യയെക്കുറിച്ച് ഒക്കെ തന്നെ ഈ സോഷ്യലിസ്റ്റ് വിപ്ലവം നടന്ന രാജ്യങ്ങളെക്കുറിച്ച് ശ്രീ വേണുഗോപാൽ ഇപ്പോൾ സീതാറാം യെച്ചൂരി മാധ്യമങ്ങളെ കാണുകയാണ്. It has got the world's highest levels of literacy development in medical sciences, where even the US sends doctors for training there. I mean, he remained and remains a big revolutionary source of inspiration. I had the fortune meeting him 3 times, 4 times. And I've written about it also. I mean, after that time, I was always afraid of meeting him again because he would bombard you with questions saying, what is the steel production in India? What is the coal production in India? How much is the food grain? How much land are you cultivating? I mean, therefore, next time onwards, whenever I went to Cuba, I used to carry that handbook of statistics in my pocket whenever he asked me. So he was a man who would go attention to the details. And I think that is a very remarkable, along with revolutionary fervor, attention to the detail. I mean, that combination was a very unique thing of Castro. We'll all miss him. The world will miss him. Was he an influence on your political life also? Well, it was a very romantic revolution. 1959. That time I was 6-7 years old. So hearing about those, the Cuban Revolution and the manner in which it happened. I mean, all that was definitely a big source of inspiration, and surely it must have molded my own thinking. Mm-hmm. Well, sir, and you just came in. Chief Day once again spoke. This time he spoke in a function in front of Union Law that judiciary is not happy the way facilities are being provided to. There are more than 500 vacant posts and court free hall. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഫിദൽ കാസ്ട്രോയെ അനുസ്മരിച്ചതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം എല്ലാ കാലത്തും ആവേശത്തിൻ്റെ ഒരു ഉറവിടമായി പരിശോഭിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 4 തവണ ഫിദൽ കാസ്ട്രോയെ താൻ നേരിൽ കണ്ടിട്ടുണ്ട്. ഓരോ തവണയും ഇനിയൊരിക്കൽ കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്ന സംശയത്തോടു കൂടിയാണ് പിരിയുക എന്നാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം മൂലം. പക്ഷേ ഓരോ തവണ ചെല്ലുമ്പോഴും പുതിയ ചോദ്യങ്ങൾ ഇന്ത്യയെക്കുറിച്ച് വളരെ ഔത്സുക്യത്തോടുകൂടി ചോദിക്കുന്ന ഒരു നേതാവിനെയാണ് താൻ എന്നും കണ്ടിരുന്നത്. ഇന്ത്യയിലെ ഉരുക്കുൽപാദനം എത്ര എന്നതടക്കമുള്ള കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന, ലോകത്തെക്കുറിച്ച് മുഴുവൻ എപ്പോഴും പഠിക്കാൻ സന്നദ്ധനായ, വിശദാംശങ്ങളോടെ പഠിക്കാൻ സന്നദ്ധനായ ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു ആ മഹാനായ നേതാവ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം നയിച്ച ക്യൂബൻ വിപ്ലവം എന്നും ഒരു വിപ്ലവത്തിൻ്റെ മാതൃകയായി പരിലസിക്കും എന്നും സീതാറാം യെച്ചൂരി പറയുകയുണ്ടായി. ഗോവിന്ദൻ മാസ്റ്റർ, വിപ്ലവത്തിൻ്റെ, താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, വിപ്ലവകാരിയായിരിക്കെ തന്നെ മതവുമായി
വലിയ തരത്തിലുള്ള ഇടപെടലുകൾ എപ്പോഴും നടത്തിക്കൊണ്ടിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു കാസ്ട്രോ എന്ന് പറയുകയുണ്ടായി. ഒരു കാലത്ത് യാഥാസ്ഥിതികത്തിൻ്റെ ഒരു കോട്ടയാണ് എന്ന് കരുതപ്പെട്ടിരുന്ന ക്രിസ്തീയ മത നേതൃത്വം, ഒരു കാലത്ത് ജൂത കൂട്ടക്കൊലയൊക്കെ നടക്കുന്ന കാലത്ത് അത്തരത്തിൽ നിന്നിരുന്ന ക്രിസ്ത്യൻ മത നേതൃത്വത്തെ കൊണ്ട് പുതിയ കാര്യങ്ങൾ അംഗീകരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സാന്നിധ്യമായിരുന്നു. അവരോട് എപ്പോഴും ഇടപെട്ടിരുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് ഫിദൽ കാസ്ട്രോയ്ക്ക് കുറേയൊക്കെ വ്യക്തിപരമായി അതിൻ്റെ നേട്ടം അവകാശപ്പെടാൻ തന്നെ കഴിയും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ക്രിസ്തു മതവുമായി ഫിദൽ കാസ്ട്രോ നടത്തിയ ആ ഡയലോഗുകളെക്കുറിച്ച്, അത് ലോകത്തെമ്പാടുമുള്ള വിപ്ലവകാരികൾക്ക് പൊതുവെയും കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രത്യേകിച്ചും നൽകുന്ന പാഠങ്ങളെക്കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു? മതത്തെപ്പറ്റി എന്ന അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ രീതിയിൽ വലിയ പുസ്തകമാണെന്ന് പറയാൻ സാധിക്കില്ല, ഒരു ചെറിയ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരിപ്പോൾ സാധാരണ മാർക്സിസത്തെപ്പറ്റിയും മാർക്സിസ്റ്റുകാരെ പറ്റിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതം കറുപ്പാണ് എന്ന ശരിയല്ലാത്ത രീതിയിലുള്ളൊരു പ്രയോഗം മാർക്സിൻ്റെ പേരിൽ തിരികെ വെച്ചുകൊണ്ടാണ് സ്ഥിരമായിട്ട് മാർക്സിസ്റ്റ് വിരുദ്ധർ മാർക്സിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും മാർക്സത്തെയും വീക്ഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും പ്രകാശ് കാരാട്ട് പ്രതികരിക്കുന്നു. In the 20th century, the Cuban Revolution took place in 1959 under his brilliant leadership, and Cuba then symbolized the fight against imperialism, because Cuba, a tiny country 90 miles away from the coast of the United States, built socialism, defying the United States of America. It is known now that successive US governments tried to assassinate Fidel Castro. 600 attempts were made, according to the CIA itself. And Fidel Castro, despite this threat from imperialism, he and his party built a society in Cuba which is socially just, which has provided all its citizens universal education, health care, women's equality and racial equality. Fidel Castro was not just a leader of the Cuban Revolution. He symbolized the revolutionary hopes and aspirations of peoples all around the world. The entire Latin American people looked to Cuba as a beacon of inspiration. And whatever advances the left has made in Latin America today is because of Fidel Castro and the Cuban Revolution. He also was a revolutionary icon for the entire Third World. He has died today, but his revolutionary legacy will live forever. And on behalf of the Communist Party of India, Marxist, we pay revolutionary homage to his memory and condolences to the Cuban Communist Party and his family. Comrade, one more question. In Kerala, No Kerala. CPIM Politburo. Fidel Castro CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഫിദൽ കാസ്ട്രോയെ അനുസ്മരിച്ച് സംസാരിച്ചിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള വിപ്ലവകാരികൾക്ക് വിപ്ലവാശയുടെയും വിപ്ലവപരമായ അഭിനിവേശത്തിൻ്റെയും ഒരു പ്രതീകമായിരുന്നു ഫിദൽ കാസ്ട്രോ എന്ന് അദ്ദേഹം വിലയിരുത്തി. അദ്ദേഹം നയിച്ച ക്യൂബയാകട്ടെ എന്നും പ്രചോദനത്തിൻ്റെ ഒരു വെളിച്ചമായിരുന്നു ലോകമെമ്പാടുമുള്ള പൊരുതുന്ന ജനതയ്ക്ക് എന്നും അദ്ദേഹം പറഞ്ഞു. ക്യൂബയുടെ അമേരിക്കയുടെ തീരത്ത് നിന്ന് 90 മൈൽ മാത്രം അകലെ ക്യൂബ എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് രാജ്യം കെട്ടിപ്പടുത്തത് ചരിത്രമായിരിക്കും എന്നും അദ്ദേഹം പറയുകയുണ്ടായി. പന്ന്യം രവീന്ദ്രൻ്റെ അനുസ്മരണത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, ഫിദൽ കാസ്ട്രോ ചരിത്രമായി മാറുകയാണ്. എങ്ങനെ അനുസ്മരിക്കുന്നു അദ്ദേഹത്തെ? കാസ്ട്രോ ലോകത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിന് ഒരു പുതിയ വഴി കണ്ടെത്തിയ കമ്മ്യൂണിസ്റ്റുകാരനാണ്.
ലോകമാകെയുള്ള ജനങ്ങൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം ക്യൂബ എന്ന രാജ്യം ഇനി ഒരിക്കലും വിട്ടുപോകാൻ പറ്റില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തിട്ട് അതിനുവേണ്ടി എല്ലാ പരിശ്രമവും നടത്തി പാവ ഗവൺമെന്റിനെ കൊണ്ടുപോയി ആക്കിയപ്പോഴാണ് വിപ്ലവ പ്രസ്ഥാനം ക്യൂബയെ മോചിപ്പിച്ചത്. ആ മോചനത്തെ ഇല്ലാതാക്കാൻ അമേരിക്ക 7ാം കപ്പൽപ്പട അയച്ചു കരീബിയൻ കടലിലേക്ക്. ആ കപ്പൽപ്പട അന്ന് സോവിയറ്റ് യൂണിയന്റെ അന്നത്തെ ശക്തമായ ഇടപെടൽ കൊണ്ട് 40 കപ്പൽപ്പട വരുമെന്ന് വന്നപ്പോൾ ഐക്യരാഷ്ട്രസഭ അന്ന് തൽക്കാലം സമാധാനിപ്പിച്ചു. പക്ഷെ ക്യൂബയെ എങ്ങനെയും ഞെരുക്കി മൂക്കിക്കൊല്ലാൻ വേണ്ടി അമേരിക്ക എല്ലാ വഴിയും കണ്ടെത്തി. കാസ്ട്രോ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. ആ കാസ്ട്രോയെ ഇല്ലാതാക്കാൻ പലതവണ കാസ്ട്രോയെ അപകടപ്പെടുത്താൻ CIA ശ്രമിച്ചു. അതിജീവിച്ചുകൊണ്ട് സ്വന്തമായ ഒരു പാത കണ്ടെത്തിയ വിപ്ലവകാരിയാണ് അദ്ദേഹം. ലോകത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എല്ലാ രാജ്യങ്ങളിലും ആ രാജ്യങ്ങളുടെ പരിസ്ഥിതിക്കനുസരിച്ച് വിപ്ലവം കെട്ടിപ്പടുക്കാൻ നിർദ്ദേശിച്ചപ്പം സ്വന്തം വഴി കണ്ടെത്തുകയും ജനങ്ങളെ ആകമാനം സ്വന്തം പ്രസ്ഥാനത്തിനെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു വിപ്ലവം നയിച്ച് ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ ആ വിപ്ലവ പ്രസ്ഥാനത്തിലെ ഗവൺമെന്റിനെ വിജയത്തിലേക്ക് വരികയും ചെയ്ത ഒരു ലോകത്തിലെ എല്ലാവരും മനസ്സാ സ്വീകരിക്കുന്ന ഒരു വിപ്ലവകാരിയാണ് കാസ്ട്രോ. അദ്ദേഹത്തെ നിര്യാണം ലോകത്തിൽ ആകമാനമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികൾക്കുമെല്ലാം ഒരു വലിയ നഷ്ടമാണ്. ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ ചെറുപ്പക്കാരെല്ലാം ആവേശത്തോടെ ഫിഡൽ ഫിഡൽ എന്ന് വിളിച്ച ഹവാന യൂത്ത് ഫെസ്റ്റിവൽ, ആ യൂത്ത് ഫെസ്റ്റിവലാണ് ലോകത്തിലെ ചെറുപ്പക്കാരുടെ ഉച്ച സഖാവായി അദ്ദേഹം മാറിയത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ മനസ്സിൽ കാസ്ട്രോ എന്ന വലിയ വിപ്ലവകാരി നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഓർമ്മക്ക് മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നു. വളരെ നന്ദി ശ്രീ പന്ന്യൻ രവീന്ദ്രൻ. CPI നേതാവ് പന്ന്യൻ രവീന്ദ്രനാണ് കാസ്ട്രോയെ അനുസ്മരിച്ചത്. കാസ്ട്രോയുടെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു ജീവിതത്തിൻ്റെ സിദ്ധിയിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളായിരുന്നു. എന്നും ജനങ്ങളെ കയ്യിലെടുത്തിരുന്ന, ജനങ്ങളെ കൂടെ നിർത്തിയിരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പ്രസംഗമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ ലോകത്തെല്ലായിടത്തുമുള്ള നിരീക്ഷകർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അലൻ്റെ കൊല്ലപ്പെട്ടതിന് ശേഷം, ചിലിയുടെ നേതാവ് പ്രസിഡന്റ് അലൻ്റെ കൊല്ലപ്പെട്ടതിന് ശേഷം അലൻ്റെക്കെതിരായ പട്ടാള വിപ്ലവം അമേരിക്ക അവിടെ ചിലിയിൽ വിജയിപ്പിച്ചതിന് ശേഷം നടത്തിയ ഒരു പ്രസംഗം നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ അലൻ്റെക്ക് ഒരു തോക്ക് സമ്മാനിച്ചിരുന്നു. വിപ്ലവ ആശംസകളോടെ എന്നെഴുതിയ തോക്ക്. ആ തോക്കുമെടുത്തിട്ട് പൊരുതിയാണ് അലൻ്റെ മരിച്ചു വീണത്. അതുപോലെ ചിലിയിലെ ഓരോ കർഷകൻ്റെയും ഓരോ തൊഴിലാളിയുടെയും കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നുവെങ്കിൽ അമേരിക്കയ്ക്ക് ചിലിയിൽ പട്ടാള അട്ടിമറി നടത്താനാവില്ലായിരുന്നു എന്ന് പറഞ്ഞ ഫിദൽ. അത്തരത്തിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങുന്ന അവരുടെ ആവേശത്തിനും യുക്തിബോധത്തിനും തിരികൊളുത്തുന്ന പ്രസംഗങ്ങളെക്കുറിച്ച് എങ്ങനെ അനുസ്മരിക്കാം അഡ്വക്കേറ്റ് വേണുഗോപാൽ? കാസ്ട്രോയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രസംഗത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്, അദ്ദേഹം വളരെ താഴ്ന്ന ശ്രേണിയിൽ ശബ്ദത്തിൽ ആരംഭിക്കുകയും എന്നാൽ തുടർന്നങ്ങോട്ടുള്ള പ്രഭാഷണത്തിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയാൽ ജനങ്ങളെ ആകെ അല്ലെങ്കിൽ കേൾവിക്കാരെ ആകെ കയ്യിലെടുക്കാവുന്ന വിധത്തിലുള്ള വളരെ ആകർഷകമായ പ്രസംഗമായിരുന്നു കാസ്ട്രോയുടേത് എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടുള്ളത്. നമുക്ക് നേരിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും എഴുതിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ആ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനെ കുറിച്ച് പറഞ്ഞില്ല അങ്ങനെയാണ്. മാത്രമല്ല കാസ്ട്രോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കില്ല. നമുക്കറിയാം, നമ്മളൊക്കെ തന്നെ ഏത് കാര്യം പറയുമ്പോഴും ഉദ്ദേശം അങ്ങനെയല്ലേ എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ ക്ലാരിറ്റി ഇല്ലാതെ വ്യക്തത ഇല്ലാതെയാണ് പറയുക എങ്കിൽ കാസ്ട്രോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം എന്ന പദപ്രയോഗം അദ്ദേഹം ഉപയോഗിക്കില്ല എന്നതാണ്. എപ്പോഴും കൃത്യമായ കണക്കുകൾ, കൃത്യമായ വസ്തുതകൾ, ആ വസ്തുതകൾ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മിടുക്കനായ, ഏറ്റവും പ്രഗത്ഭനായ നേതാവായിരുന്നു കാസ്ട്രോ. അത്രയേറെ ഓർമ്മശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ആ ഓർമ്മശക്തിയുടെ അടിസ്ഥാനത്തിൽ ഒരു വിഷയത്തെ കുറിച്ചുള്ള പ്രഭാഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ നിന്ന് വിട്ടുപോവുകയും പലപ്പോഴും ഒട്ടനവധി കാര്യങ്ങൾ പറയും. എന്നാൽ എവിടെയാണോ തുടങ്ങിയത് അല്ലെങ്കിൽ എവിടേക്കാണോ കൊണ്ടെത്തിക്കേണ്ടത് അവിടെ തന്നെ തിരിച്ച് കൊണ്ടെത്തിക്കുന്ന വിധത്തിൽ ആ പ്രഭാഷണത്തിനെ ഒരു പൂർണ്ണതയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മഹത്തായ കഴിവ് കാസ്ട്രോയ്ക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ വസ്തുതകൾ പറയുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എപ്പോഴും എന്തിനാണോ ലക്ഷ്യമിട്ടുള്ള ആ ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാവുന്ന വിധത്തിലാണ് എപ്പോഴും സംസാരിച്ചിരുന്നത്, എപ്പോഴും പ്രസംഗിച്ചിരുന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ അഭിമുഖ സംഭാഷണം നടത്തുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ചോദ്യം അദ്ദേഹത്തിന് ചോദിക്കാം.
നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൂട്ടി ചോദ്യം എഴുതി കൊടുത്ത് ആ ചോദ്യത്തിലുള്ള ഉത്തരവൊക്കെ തയ്യാറാക്കി വന്നതിന് ശേഷം മാത്രമേ അഭിമുഖം കൊടുക്കാറുള്ളൂ എന്ന് അറിയാമെങ്കിൽ ഈ ക്യൂബ ഭരിച്ചിരുന്ന ക്യൂബയുടെ നേതാവായിരുന്ന കാസ്ട്രോ അങ്ങനെയായിരുന്നില്ല. ഏത് വിഷയവും എപ്പോൾ ചോദിച്ചാലും അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു, സ്വന്തമായ ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരങ്ങളെയൊക്കെ തന്നെ ന്യായീകരിക്കാവുന്ന വിധത്തിൽ സംസാരിക്കാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനാവശ്യമായ വസ്തുതകൾ എപ്പോഴും നാവിൻ്റെ തുമ്പിൽ എത്താവുന്ന വിധത്തിൽ ഉള്ള ഓർമ്മശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള രേഖകളിൽ ഒക്കെ തന്നെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാലും അത് തന്നെ നമുക്ക് ബോധ്യപ്പെടും. ഒരു മുൻകൂർ ഉള്ള തയ്യാറെടുപ്പും ഇല്ലാതെ തന്നെ ഏത് വിഷയത്തിനെക്കുറിച്ചും അപ്ഡേറ്റായി കാര്യങ്ങൾ പറയാൻ, അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഒക്കെ തന്നെ കഴിവുള്ള മഹാനായ നേതാവായിരുന്നു കാസ്ട്രോ എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഗോവിന്ദൻ മാസ്റ്റർ, ഇപ്പോൾ നേതാക്കൾ ഇപ്പോൾ ഫിദൽ കാസ്ട്രോയെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. 600 തവണ വധശ്രമം, CIA വധശ്രമം, ഒരിക്കലും പാഴാത്ത ചാര സംഘടനയായ CIA വധശ്രമത്തെ അതിജീവിച്ച നേതാവ് എന്നാണ് ഈ വേളകളിൽ അദ്ദേഹത്തെ നേതാക്കൾ അനുസ്മരിച്ച് കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ശേഷി ഫിദൽ കാസ്ട്രോവിന് കൊച്ചു ക്യൂബയ്ക്ക് എങ്ങനെ കൈവന്നു എന്നത് അതൊരു ഐതിഹ്യം പോലെ ഇനിയുള്ള കാലത്ത് ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വസ്തുതയായിരിക്കും എന്ന് നമുക്കറിയാം. അമേരിക്കയുടെ എല്ലാ ചാര ശേഷിക്കും അപ്പുറത്ത് അവരുടെ ഉള്ളിലേക്ക് പോലും നുഴഞ്ഞു കയറുന്ന തരത്തിലുള്ള സ്വാധീനങ്ങൾ എങ്ങനെയൊക്കെയോ ഫിദൽ കാസ്ട്രോയ്ക്കും ക്യൂബയ്ക്കും ഉണ്ടായിരുന്നു. ബൊളീവിയൻ ഡയറി എന്ന ചേഗുവേരയുടെ അവസാനത്തെ പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന് ആമുഖം എഴുതിയ കാസ്ട്രോയുടെ വരികൾ നമുക്ക് ഓർമ്മയുണ്ട്. ഈ പുസ്തകം ഞങ്ങൾക്ക് ഒരു പ്രത്യേക തരത്തിൽ വീണ്ടും കിട്ടിയതാണ് ഈ പുസ്തകം. അത് ഒരിക്കലും പണം കൊടുത്തിട്ടല്ല എന്ന് മാത്രം പറയാം എന്ന് കാസ്ട്രോ പറയുന്നുണ്ട്. ഇങ്ങനെ അത്ഭുതകരമായ ബന്ധങ്ങൾ അമേരിക്കയുടെ രഹസ്യ സാമ്രാജ്യത്തിനുള്ളിൽ പോലും ഉണ്ടായിരുന്ന തരത്തിൽ ഉള്ള ഒരു ഫിദൽ, എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ അപാരമായ ശേഷി ഉണ്ടായത്? എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന്, ആ നേതാവിനെ 600 തവണ പിഴയ്ക്കാത്ത CIA വധശ്രമത്തെ അതിജീവിക്കാനുള്ള ശേഷി ഉണ്ടാക്കി കൊടുത്തത്? അതെങ്ങനെയാണ് ഗോവിന്ദൻ മാസ്റ്റർ? അതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. ഇവിടെ യഥാർത്ഥത്തിൽ ക്യൂബൻ ജനത ഫിഡലിനെ അതുപോലെ സൂക്ഷിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണയോടെ, അത് കേവലമായിട്ടുള്ള ഒരു യാന്ത്രികമായ പിന്തുണയല്ല, ഒരേ രീതിയിൽ ചിന്തിക്കുന്ന, ഒരേ ആശയം കൈമാറുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കൂട്ടായ്മയിലൂടെയാണ് സോഷ്യലിസത്തെ പടുത്തുയർത്താൻ ഫിഡൽ കാസ്ട്രോ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായി ഫിഡലിനെ എല്ലാ കണ്ണുകളും അമേരിക്കയുടെ എല്ലാ തരത്തിലുള്ള ചാരപ്രവർത്തനങ്ങളെയും സൂക്ഷ്മതയോടെ നോക്കിക്കാണുകയായിരുന്നു. എങ്ങനെയാണ് അപായപ്പെടുത്തുക എന്നതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എല്ലാവർക്കും അറിയുന്ന ഒരവസ്ഥയിലാണ് ഫിഡൽ എല്ലാ അർത്ഥത്തിലും വരുന്ന ഈ ചാരപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രതിരോധത്തെ, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ശരിക്ക് കഴിഞ്ഞത്. അതുകൊണ്ടാണ് ജനങ്ങളുടെ പരിപൂർണമായ സ്നേഹം അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സംരക്ഷിക്കാനുള്ള തൃഷ്ണ, ഇതെല്ലാം ചേർന്ന് വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ 600 പ്രാവശ്യം നടത്തിയ ശ്രമവും പരാജയപ്പെട്ടു പോയത്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് 1-2 സംഭവത്തോടുകൂടി തന്നെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഫിഡൽ കാസ്ട്രോ ഇല്ലാതാവുന്ന ഒരവസ്ഥ വരുമായിരുന്നു. അത് വന്നില്ല എന്നുള്ളത് ഈ ഒരു പ്രത്യേകത കൊണ്ടാണ്. ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ അദ്ദേഹത്തിന് ആർജിക്കാൻ സാധിച്ചു എന്നുള്ളതും, പട്ടാളം ഉൾപ്പെടെയുള്ള എല്ലാ സൈനിക വിഭാഗങ്ങളും സദാ ജാഗരൂകരായിട്ട് ഈ അപകടത്തെ, നമ്മളെ മിസൈലൊക്കെ വരുന്നത് പോലെ കാത്തു നിൽക്കുന്നത് പോലെ ഇങ്ങനെ ഒരു അപകടം എല്ലാ തലങ്ങളിലും സർവ്വതല സ്പർശിയായ മേഖലയിലാണ്, ഏതെങ്കിലും ഒരു മേഖലയിലല്ല, ഇങ്ങനെയുള്ള അപകടം വരാനിടയുണ്ട് എന്ന കാര്യം കൂടി കണക്കിലെടുത്ത് പ്രതിരോധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. അത് ആ മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന മാർസിൻ്റെ പദാവലിയിൽ നിന്ന് അടർത്തിയെടുത്ത് മാർക്സിസ്റ്റ് വിരുദ്ധമായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥയിൽ മതത്തെ പ്രായോഗികമായിട്ട് എങ്ങനെയാണ് സാമൂഹ്യ പരിവർത്തനത്തിനും സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ഘട്ടത്തിലും തുടർന്നും ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം നന്നായിട്ട് ഒരു ഗൃഹപാഠം നടത്തി ലോകത്തോട് വിളിച്ചു പറയുകയും
അതിൻ്റെ പ്രായോഗികത കൈകാര്യം ചെയ്തിട്ടുള്ള ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർക്സിസ്റ്റാണ് ഫിഡൽ കാസ്ട്രോ. ഗോവിന്ദൻ മാസ്റ്റർ, ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ യുവജന നേതാവ് ശ്രീ MP രാജേഷ് MP ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. രാജേഷ്, ഞാൻ യുവജന നേതാവ് എന്ന് പറഞ്ഞത് മനഃപൂർവ്വമാണ്. വിവിധ തലമുറകളിലുള്ള ആളുകൾ അവരുടെ ഫിദൽ കാസ്ട്രോയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. താങ്കളുടെ തലമുറ കണ്ട ഫിഡൽ കാസ്ട്രോ, അദ്ദേഹത്തെ ഇപ്പോൾ ഒരു അനുസ്മരണ സന്ദേശത്തിലൂടെ രേഖപ്പെടുത്തേണ്ട സമയം എത്തിയിരിക്കുകയാണ്. രാജേഷ്, എന്തു പറയുന്നു? തീർച്ചയായും എന്റെ തലമുറയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്ത ലോക നേതാവ് ഫിഡൽ കാസ്ട്രോയാണ്. ചെഗുവേരയെ മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചെഗുവേര മരിച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ തലമുറ ജനിക്കുന്നത്. എന്നാൽ അപ്പോഴും താൻ നയിച്ച് വിജയിപ്പിച്ച ക്യൂബൻ വിപ്ലവത്തെ പ്രതിരോധിക്കുകയും അതിനെ മുന്നോട്ട് നയിക്കുകയും സാമ്രാജ്യത്വത്തിന്റെ സൈനിക മേധാവിത്വത്തെ നെഞ്ചുറപ്പോടുകൂടി സ്വന്തം ജനതയെ ഒപ്പം നിർത്തി പൊരുതുകയും ചെയ്യുന്ന ഫിഡൽ കാസ്ട്രോയെ കണ്ടാണ്, അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൂടിയാണ് ഞങ്ങളെല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ ഫിഡൽ കാസ്ട്രോയെ ഓർക്കുമ്പോൾ ഒരു വ്യക്തിപരമായിട്ടുള്ള ഓർമ്മ ആദ്യം പങ്കുവെക്കട്ടെ. 2001 ഹവാനയിൽ നടന്ന അന്താരാഷ്ട്ര ഐക്യദാർഢ്യ സമ്മേളനത്തിൽ 122 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ സുർജിത് നയിച്ച ഇന്ത്യൻ സംഘത്തിൽ വിദ്യാർത്ഥി പ്രതിനിധിയായി ഞാനും ഉണ്ടായിരുന്നു. അന്ന് ആദ്യം ഫിഡൽ കാസ്ട്രോയെ കണ്ടത് ഒരു ഇപ്പോഴും ഓർമ്മകളിൽ ആരവമായിട്ട് നിൽക്കുന്ന ഒരു അനുഭവമാണ്. കരീബിയൻ കടൽ തീരത്ത് 10,000 പങ്കെടുക്കുന്ന റാലിയാണ്. ആ റാലി നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് റാലിയിൽ പ്രസംഗങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്ന ഈ ജനക്കൂട്ടം കരീബിയൻ കടലിലെ തിരമാലകൾ കണക്കെ ആർത്തിരമ്പുന്നത് കണ്ട് ഞങ്ങൾ അകലെ വേദിയിൽ നോക്കിയപ്പോൾ ഫിഡൽ കാസ്ട്രോ എന്ന വിപ്ലവത്തിന്റെ തീനക്ഷത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കാസ്ട്രോയെ കണ്ടതും കടലിളകുന്നത് പോലെയാണ് ജനങ്ങൾ ഇളകി മറിയുന്നത്. അതാണ് ആദ്യത്തെ അനുഭവം. ആ സമ്മേളനത്തിന്റെ അവസാന ദിവസം സമാപന സമ്മേളനത്തിന് മുന്നറിയിപ്പില്ലാതെ ഫിഡൽ കാസ്ട്രോ ഹവാനയിലെ കാൾമാർക്സ് തിയേറ്ററിൽ എത്തിച്ചേർന്നു. 5 മണിക്കൂർ നേരമാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അദ്ദേഹത്തിന്റെ ദീർഘപ്രഭാഷണങ്ങൾ വളരെ പ്രസിദ്ധങ്ങളാണ്. കാരക്കാസ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം നടത്തിയ 2 പ്രസംഗങ്ങളാണ് ഗ്ലോബലൈസേഷനെ കുറിച്ചുള്ള ഏറ്റവും ആദ്യത്തെ വിശകലനങ്ങളിലൊന്നായി ഒരു പുസ്തകമായി വന്നത്. 6 മണിക്കൂറും 7 മണിക്കൂറും നടത്തിയ 2 യൂണിവേഴ്സിറ്റി പ്രഭാഷണങ്ങൾ ഒരു പുസ്തകമായി മാറുകയുണ്ടായി. അതിനെക്കുറിച്ചെല്ലാം കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് ഹവാനയിലെ കാൾമാർക്സ് തിയേറ്ററിലാണ്. വൈകുന്നേരം 7 മണിക്ക് തുടങ്ങിയ അദ്ദേഹത്തിന്റെ അനർഗളമായ പ്രസംഗം അവസാനിക്കുന്നത് 12 മണിക്കാണ്. ഇതിനിടയിൽ ഒരു തവണയോ മറ്റോ ഒരല്പം വെള്ളം കുടിച്ചതല്ലാതെ ഒരു വിശ്രമം പോലും ഇല്ലാതെ 5 മണിക്കൂർ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ കാന്തം ഇരുമ്പിനെ ആകർഷിച്ചു നിർത്തുന്നത് പോലെയാണ് 122 രാജ്യങ്ങളിൽ നിന്ന് വന്ന ആയിരക്കണക്കിന് പ്രതിനിധികളെ അദ്ദേഹം ആ വാഗ്ധോരണിയിൽ ഇങ്ങനെ ആകർഷിച്ചു നിർത്തിയത്. ഇടയ്ക്കിടെ ഉയരുന്ന കയ്യടികളും ആരവങ്ങൾക്കും മാറ്റി നിർത്തിയാൽ സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയോടുകൂടി ജനക്കൂട്ടം ആ പ്രസംഗം ശ്രമിച്ചിരുന്നത് ഇപ്പോഴും അവിസ്മരണീയമായിട്ടുള്ള ഒരു ഓർമ്മയാണ്. കാസ്ട്രോ 82 പേരുമായി മെക്സിക്കോയിൽ നിന്ന് ഗ്രാൻമ എന്ന ബോട്ടിൽ കയറി ക്യൂബയിലെത്തി ബാറ്റിസ്റ്റയുടെ ഏകാധിപത്യ ഭരണകൂടത്തെ തൂത്തെറിഞ്ഞ് ജനങ്ങൾക്കൊപ്പം നിന്ന് വിപ്ലവ മുന്നേറ്റത്തെ വിജയിപ്പിച്ചത്, ഏതാണ്ട് 4 പതിറ്റാണ്ട് കാലം ക്യൂബൻ വിപ്ലവത്തെ മുന്നോട്ട് നയിച്ചത് എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം വിപ്ലവം നയിക്കുക എന്നതിനേക്കാൾ ദുഷ്കരമായി വിപ്ലവ ക്യൂബയെ സംരക്ഷിക്കുക എന്നത്. അമേരിക്കയിൽ നിന്ന് 90 മൈലാണ് ക്യൂബയിലേക്കുള്ള ദൂരം. ആ അമേരിക്ക എല്ലാ തരത്തിലും സൈനികമായിട്ടും മറ്റ് സാമ്പത്തികമായിട്ടും എല്ലാം ക്യൂബയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. ബേ ഓഫ് പിക്സ് ആക്രമണം അത്തരത്തിലുള്ള ശ്രമമായിരുന്നു. 4 പതിറ്റാണ്ട് നീണ്ട ഉപരോധം, 5 പതിറ്റാണ്ട് നീണ്ട ഉപരോധ ആക്രമണമായിരുന്നു. സൈനിക ഭീഷണികൾ പലപ്പോഴും ഉണ്ടായി. ഒരു ഘട്ടത്തിൽ സൈനിക ആക്രമണത്തിന്റെ ഭീഷണി വന്നപ്പോ ഫിഡൽ കാസ്ട്രോ അമേരിക്കയോട് പറഞ്ഞു, സോഷ്യലിസം അല്ലെങ്കിൽ മരണം. അന്ന് അമേരിക്കൻ പ്രസിഡന്റിനോട് കാസ്ട്രോ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചാൽ ചോര പുരണ്ട ഒരു പിടി മണ്ണ് മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്ന് കാസ്ട്രോ പറഞ്ഞപ്പോ അത് ജനങ്ങളാകെ ഏറ്റുപറഞ്ഞ അനുഭവമാണ് ക്യൂബയിൽ ഉണ്ടായത്. ഉപരോധത്തെ നേരിടാൻ കാസ്ട്രോ ആഹ്വാനം നൽകിയത് ജനങ്ങൾ ഹൃദയത്തിലേക്ക് വാങ്ങുകയാണ് ചെയ്തത്. അന്ന് പെട്രോൾ പോലും ലഭിക്കാതെ, വാഹനങ്ങളില്ലാതെ ക്യൂബ ബുദ്ധിമുട്ടിയപ്പോൾ കാസ്ട്രോ ജനങ്ങളോട് പറഞ്ഞു സൈക്കിളുകൾ ഉപയോഗിക്കാൻ. ഇന്ന് ഏറ്റവും കൗതുകകരമായ കാര്യം, ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ അതേ സൈക്കിളുകൾ ഉപയോഗിക്കാനാണ് വികസിത മുതലാളിത്ത രാജ്യങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. മാത്രമല്ല, മനുഷ്യ വിഭവശേഷിയുടെ കാര്യത്തിൽ ക്യൂബയെ ലോകത്തെ 1ാം നിരയിലെത്തിക്കാൻ കാസ്ട്രോയ്ക്ക് കഴിയുകയുണ്ടായി. IT, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിലെല്ലാം ക്യൂബ ഒരു വലിയ ശക്തിയാണ്. ലാറ്റിൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും ഒക്കെ കുട്ടികൾക്ക് വൈദ്യ വിദ്യാഭ്യാസം നൽകുന്നത്
അവിടേക്ക് അധ്യാപകരെയും ഡോക്ടർമാരെയും സേവനത്തിനായിട്ട് അയക്കുന്നത് ഒക്കെ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ ക്യൂബയുടെ അന്താരാഷ്ട്ര ഐക്യദാർഢ്യ പ്രവർത്തനങ്ങളായി. അപ്പോൾ ഭരണതന്ത്രജ്ഞൻ, വിപ്ലവ നേതാവ്, രാഷ്ട്രതന്ത്രജ്ഞൻ എന്നീ നിലകളിലെല്ലാമുള്ള കാസ്ട്രോയെ നമുക്ക് എല്ലാവർക്കും സുപരിചിതരാണ്. മറുത്തൊരു വശം കൂടി കാസ്ട്രോയുടെ വ്യക്തിത്വത്തിനുണ്ട്. അത് സാഹിത്യ കുതുകിയായ, സഹൃദയനായ, സംഗീത തൽപരനായ, ബുദ്ധിജീവിയും പണ്ഡിതനുമായിട്ടുള്ള ഫിഡൽ കാസ്ട്രോയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് ആയി. മാർക്കസ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളും എഴുതി പൂർത്തിയാക്കിയാൽ കയ്യെഴുത്ത് പ്രതി ആദ്യം കൊടുക്കുന്നത് ഫിഡൽ കാസ്ട്രോയ്ക്ക് വായിക്കാനാണ്. അദ്ദേഹത്തിന്റെ വായിച്ച് അഭിപ്രായം തേടിയ ശേഷമാണ് അച്ചടിക്കാൻ കൊടുത്തിട്ടുള്ളത്. ഹെമിംഗ്വേയെ പോലുള്ള ആളുകൾ ഒക്കെയായിട്ട് ഉച്ച സൗഹൃദമാണ് കാസ്ട്രോയ്ക്ക് ഉണ്ടായിരുന്നത്. ഞാനിപ്പോ ഓർമ്മിക്കുന്നത് ഫുട്ബോൾ ഇതിഹാസം മറഡോണ, അദ്ദേഹത്തിന് കാസ്ട്രോയുമായിട്ടുണ്ടായിരുന്ന ബന്ധം വളരെ ദൃഢമായിട്ടുള്ള ഒരു ബന്ധമാണ്. ആദ്യം കാസ്ട്രോയെ കണ്ടതിനെ കുറിച്ച് മറഡോണ ഇപ്രകാരമാണ് എഴുതിയിട്ടുള്ളത്: ആദ്യം അദ്ദേഹത്തെ കാണുകയും ഹസ്തദാനം ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്ക് ആകാശത്തെയാണ് ഞാൻ കൈനീട്ടി തൊടുന്നത് എന്ന് തോന്നിക്കണം. ആകാശത്തോളം ഔന്നത്യമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്നാണ് മറഡോണ ആ വാക്കുകളിലൂടെ പറയുന്നത്. അപ്പൊ അത്തരമൊരു ബഹുമുഖമായിട്ടുള്ള പ്രതിഭയാണ് ഫിഡൽ കാസ്ട്രോ. അദ്ദേഹത്തിന്റെ തലച്ചോറ് ഗവേഷണ വിഷയമാക്കേണ്ടതാണ്. മണിക്കൂറുകൾ, ഏതാണ്ട് ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ് പലപ്പോഴും കാസ്ട്രോയ്ക്ക്. അദ്ദേഹം പകലന്തിയോളം അദ്ദേഹത്തിന്റെ ഭരണപരമായിട്ടുള്ള ചുമതലകൾ ഏർപ്പെടുകയും ഏതാണ്ട് പുലരുന്നത് വരെ അദ്ദേഹം ചുരുട്ട് വലിച്ചുകൊണ്ട് പുസ്തകം വായിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് ഹ്യൂഗോ ഷാവേസ് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പുലർച്ചെ 4 മണിക്ക് ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞതിന്റെ ആവേശത്തിൽ ഹവാനയിൽ നിന്ന് നേരെ കാരക്കാസിലേക്ക് ഷാവേസിനെ വിളിച്ച് ആ പുസ്തകത്തെ കുറിച്ച് ചർച്ച ചെയ്തത് ഷാവേസ് അനുസ്മരിച്ചിട്ടുണ്ട്. അത്തരമൊരു അസാധാരണ ജീവിതമാണ് ഫിഡൽ കാസ്ട്രോയുടേത്. 636 വധശ്രമമാണ് CIA ഫിഡൽ കാസ്ട്രോയെ വധിക്കാൻ വേണ്ടി നടത്തിയത്. അതിന്റെ രേഖകൾ CIA തന്നെ പിന്നീട് ഡീക്ലാസിഫൈ ചെയ്തിട്ടുള്ളതുമാണ്. അത്തരം ഒരു പ്രസിദ്ധമായ പുസ്തകമുണ്ട്, 636 Ways to Kill Fidel Castro എന്ന് പറഞ്ഞു. അങ്ങനെ സിനിമയും ഇറങ്ങിയിട്ടുണ്ട് അതേ പേരിൽ തന്നെ. അതിൽ അദ്ദേഹത്തിന്റെ പൂർവ്വ കാമുകിയെ വാടക കൊലയാളിയായി നിയോഗിക്കുന്ന പോലും ചെയ്തിട്ടുണ്ട് CIA. അതിനെയെല്ലാം അതിജീവിച്ച് ഒരുപക്ഷെ അപ്രപാളികളിൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത സമരതീക്ഷണമായ, വിപ്ലവതീക്ഷണമായിട്ടുള്ള ഒരു ജീവിതം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഫിഡൽ കാസ്ട്രോയുടേത്. ഒരിക്കൽ ചെഗുവേരയുടെ ജീവിതത്തെക്കുറിച്ച് VP സിംഗ് പറഞ്ഞത് ഫിഡൽ കാസ്ട്രോയ്ക്കും ബാധകമാണ് എന്ന് എനിക്ക് തോന്നുന്നു. VP സിംഗ് ചെഗുവേരയെ അനുസ്മരിച്ചുകൊണ്ടിരിക്കെ പറഞ്ഞത് തീ കൊണ്ടെഴുതിയ കവിതയാണ് ചെയുടെ ജീവിതം എന്നാണ്. ചെയുടെ ഏറ്റവും ഉച്ച സഖാവായിട്ടുള്ള ഫിഡലിന്റെ ജീവിതവും മറ്റൊന്നല്ല, തീ കൊണ്ടെഴുതിയ കവിത തന്നെയാണ് ഫിഡൽ കാസ്ട്രോയുടെ ജീവിതം. വളരെ നന്ദി MP രാജേഷ്. മലയാളക്കരയിലെ പുതിയ തലമുറ, അവർക്ക് കാസ്ട്രോ ആരാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഒപ്പം മറഡോണയുടെ കാസ്ട്രോ, മാർക്കേസിൻ്റെ കാസ്ട്രോ, ഷാവേസിൻ്റെ കാസ്ട്രോ എല്ലാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. പുതിയ മലയാളക്കരയുടെ പുതിയ തലമുറയ്ക്കും കാസ്ട്രോ ഒരു വികാരമാണ്. ഇപ്പോഴും ഹവാനയിലെ കാൾമാർക്സ് തിയേറ്ററിൽ നിന്ന് കാസ്ട്രോ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് MP രാജേഷിൻ്റെ വാക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പുതിയ അതിഥി കൂടി ചേരുകയാണ്, മാധ്യമപ്രവർത്തകനായ ശ്രീ SR ശക്തിധരൻ. ശക്തിധരൻ, താങ്കൾ മാധ്യമപ്രവർത്തനം നടത്തുന്ന കാലത്ത് മാധ്യമപ്രവർത്തകർ ദൈനംദിനമുള്ള വാർത്തകൾ, ഇപ്പോൾ മണിക്കൂർ തോറുമുള്ള വാർത്തകൾ വളരെ അടുത്തു നിന്നാണ് കാണുക. താങ്കളുടെ മനസ്സിൽ നിറയുന്ന വാർത്തകളിലെ കാസ്ട്രോ, അദ്ദേഹത്തെക്കുറിച്ച് എന്തു പറയാം ഇപ്പോൾ? അതൊരു വലിയ അത്ഭുതമായിരുന്നു ഞങ്ങളുടെയൊക്കെ കാലത്ത്. ഇത് ഏതെങ്കിലും കാലത്ത് കാസ്ട്രോയെ കാണാൻ കഴിയുമോ എന്നുള്ള ഒരു അത്ഭുതേതകാരത്തോടു കൂടിയിട്ടായിരുന്നു കാസ്ട്രോ എന്നുള്ള ആ നാമധേയം തന്നെ ഉരുവിടുന്നതും കേൾക്കുന്നതും. ഇത് ലോകത്തിന് ഇതുപോലൊരു വിപ്ലവകാരി ഉണ്ടാകും എന്ന് പോലും നമുക്ക് സംശയിക്കാവുന്ന രീതിയിലാണ് കാസ്ട്രോയിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമല്ല. ഞാൻ കാസ്ട്രോയെ കണ്ടിട്ടില്ല. കാസ്ട്രോൻ്റെ പ്രസംഗങ്ങൾ അങ്ങനെ പല കോണുകളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. കാസ്ട്രോ എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വലിയ വികാരമായിരുന്നു. അപ്പോൾ ചോദിക്കും, ലെനിനും സ്റ്റാലിനും ഒന്നും അങ്ങനെ ആയിരുന്നില്ലേ? ഒരു കാലഘട്ടത്തിൽ അവരും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ കാസ്ട്രോ കമ്മ്യൂണിസ്റ്റുകാരനായി കഴിഞ്ഞ എല്ലാവരുടെയും മനസ്സിൽ എല്ലാ കാലത്തും ഒരു വിപ്ലവ തീപ്പന്തമായി മാറി നിന്നിരുന്ന ഒരു പ്രതിഭാസമായിരുന്നു. ഇന്നും കാസ്ട്രോയെ എത്ര പ്രാവശ്യം ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ള പ്രചരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു, ലോകത്തുണ്ടായിരുന്നു. അതിനെയെല്ലാം അതിജീവിച്ച്, ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ, ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ, അദ്ദേഹത്തെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കൻ സാമ്രാജ്യം 90 മൈൽ ദൂരയിൽ നിന്നുകൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താമോ
ആ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടും അതിനെയെല്ലാം അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് ബോധവും അതുപോലെ ജനങ്ങളോടുള്ള അതിരറ്റ സ്നേഹവും അവരോടുള്ള കടപ്പാടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുകയായിരുന്നു. കൊച്ചു ക്യൂബയിൽ എന്നുള്ള കാര്യം നാം വിസ്മരിക്കാൻ നമുക്ക് കഴിയില്ല. അതുപോലുള്ള ഒരു വ്യക്തിത്വം ഇനി നമ്മുടെ ലോകത്ത് ഉണ്ടാകുമോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതിനു മുമ്പും അതിനുശേഷം കാസ്ട്രോയ്ക്ക് മുൻപും നമ്മുടെ ലോകത്ത് വിപ്ലവകാരികൾ പലരും ഉണ്ടായിട്ടുണ്ട്. ആ വിപ്ലവകാരികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അദ്ദേഹം രാജ്യത്തെ ജനങ്ങളോടൊപ്പം എതിരാളികളുടെ എല്ലാ ആക്രമണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് തൻ്റെ കൊച്ചു രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യങ്ങളും അവരുടെ സുരക്ഷിതത്വവും അവരുടെ വികസനവുമെല്ലാം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ കണ്ണിൽ എണ്ണയൊഴിച്ച് 2 നൂറ്റാണ്ടുകളിൽ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ലോകത്ത് വളരെ പരിമിതമായിരുന്നു എന്ന് നമുക്കറിയാമെങ്കിൽ പോലും അതിനുപോലും ആവേശം നൽകാൻ കഴിയുന്ന രീതിയിലുള്ളൊരു വലിയ ആയുസ്സിൻ്റെ ഉടമയായി അദ്ദേഹം മാറിക്കൊണ്ട് ഈ രാജ്യത്തിലെ വിപ്ലവകാരികളെ മുഴുവൻ അവരെ എല്ലാ വിധത്തിലും ദ്യോതിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും വാചകങ്ങളും എല്ലാം നമ്മുടെ ലോകത്ത് ഉരുവിട്ടിട്ടുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാസ്ട്രോയെ സംബന്ധിച്ച് ഈ ചർച്ചയിൽ പങ്കെടുത്തവരും അതുപോലെ തന്നെ ഓർമ്മ അയവിറക്കിയവരുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചറുവിണം പോലെ ഇവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കാസ്ട്രോ ഇന്ന് നമ്മുടെ മുമ്പിൽ ഇല്ലാതായിപ്പോയിരിക്കുന്നു എന്നുള്ളതൊരു സത്യമായി അംഗീകരിക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. അദ്ദേഹം മരിച്ച വിവരം അറിയുന്നത് ഞാനൊരു മരണവീട്ടിൽ ഇരിക്കുമ്പോഴായിരുന്നു. അതുപോലെ കാസ്ട്രോവിൻ്റെ ഈ മരണം നമ്മുടെ ലോകത്ത് ഏറ്റവും വലിയ ഒരു വിടവാണ്, ഒരു ശൂന്യതയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഏതെങ്കിലും തരത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് ശരി എന്ന് നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ്. ഒരു ശൂന്യതയാണ് ലോകത്തിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ ഫിഡൽ കാസ്ട്രോ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു വലിയ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ആവേശമുണ്ട്. ആ ആവേശം ഇനി അതുപോലെ നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം നമുക്കുണ്ടാകേണ്ട കാര്യമല്ല. എല്ലാ കാലത്തും അതുപോലെ തന്നെ നിലനിർത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഫിഡൽ കാസ്ട്രോ ഈ മനുഷ്യ വംശത്തിൻ്റെ ഏറ്റവും വലിയ ആധുനികനായ നേതാവായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കത്തിനും കാര്യമില്ല. ഫിഡൽ കാസ്ട്രോൻ്റെ വേർപാട് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടമാണ് എന്ന് പറയുന്നതൊക്കെ ഒരു സാധാരണഗതിയിലുള്ള കാര്യം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പേടി സ്വപ്നം ഒഴിഞ്ഞു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സന്ദർഭത്തിൽ ഇതിനെ വിലയിരുത്താവുന്നതാണ്. SRS തിരിച്ചു വരാം.